സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് അലുവയാണ്. ബീട്രൂട്ട് കഴിക്കാൻ പൊതുവെ മടിയുള്ളവരാണ് നമ്മൾ. എന്നാൽ ബീട്രൂട്ട് കൊണ്ട് നല്ല ചുവി ഹൽവ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം. ബ്ലഡ് കുറവായിട്ടുള്ളവർക്ക് നല്ലൊരു മരുന്നാണ് ബീട്രൂട്ട്. കൂടാതെ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. വളരെ കുറച്ച് വെജിറ്റബിൾസിലെ ബീറ്റാലിയൻസ് അടങ്ങിയിട്ടുള്ളൂ. ബീട്രൂട്ടിന് നല്ല വൈബ്രൻറ്റ് കളറിന് കാരണമാണ് ഇത്. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ക്യാൻസർ വരാതെ ചെറുക്കാനും ഇത് സഹായിക്കുന്നു. നല്ല ആരോഗ്യശീലങ്ങൾ നമ്മൾക്ക് വളർത്തിയെടുക്കാം. ഇങ്ങനെ അലുവ ഉണ്ടാക്കി കൊടുത്താൽ ബീട്രൂട്ട് കഴിക്കാത്തവർ പോലും വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും. നയനമനോഹരവും നല്ല സ്വാദുമുള്ള അലുവ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം ഇതിനു വേണ്ടത് 1/4 കിലോ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വയ്ക്കുക. അലുവ സെറ്റ് ചെയ്യാനുള്ള ട്രേ ആദ്യം തന്നെ ഒരുക്കി വയ്ക്കാം. ഒരു ട്രേയോ പ്ലേറ്റോ എടുത്ത് അതിൽ കുറച്ച് നെയ്യോ എണ്ണയോ പുരട്ടി വയ്ക്കുക. ഇനി ഈ ട്രേയിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചെറുതായി മുറിച്ച് തൂവി കൊടുക്കുക. ഇനി നട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നട്ട്സ് ചെറുതായി മുറിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അലുവ മുറിക്കുമ്പോൾ വലിയ പീസ് നട്ട്സ് അലുവയിലുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ മുറിക്കുവാൻ പ്രയാസമായിരിക്കും. കുറച്ച് വെളുത്ത എള്ളു കൂടി വിതറാം. അലുവ കാണാൻ കുറച്ചുകൂടി മനോഹരമായിരിക്കും. കൂടാതെ എള്ളിന് ഔഷധ ഗുണങ്ങൾ ഏറെയാണ് താനും. വെളുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ള് യൂസ് ചെയ്യാം. കാണാൻ ഈ അലുവയ്ക്ക് ഭംഗി വെളുത്ത എള്ളായത് കൊണ്ടാണ് അതെടുത്തിരിക്കുന്നത്. എള്ളിൻ്റെ ഗുണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇതിൽ. കൂടാതെ നമ്മുടെ കൊളസ്ട്രോൾ, BP എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. എള്ളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 30 ഗ്രാം എള്ളിൽ നിന്നും 5 ഗ്രാം പ്രോട്ടീൻ നമ്മൾക്ക് ലഭിക്കും. എല്ലുകളുടെ ആരോഗ്യത്തിന്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, കൂടാതെ എള്ളിൽ ധാരാളം വിറ്റമിൻ Bയും അടങ്ങിയിരിക്കുന്നു. വാതസംബന്ധമായ മുട്ടുകാൽ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. തൈറോയ്ഡ് ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും പ്രധാനം, മെനോപോസ് ടൈമിലെ ഹോർമോൺ വ്യതിയാനത്തിന് ബാലൻസ് ചെയ്യുന്നു. ഇങ്ങനെ നിരവധി ഗുണങ്ങളുള്ള എള്ള് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നമ്മൾ കഷ്ണങ്ങളാക്കിയ ബീട്രൂട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളമൊഴിച്ച് അരയ്ക്കുക. കൂടുതൽ വെള്ളമൊഴിച്ച് അരച്ചാൽ ബീട്രൂട്ട് അരഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും. അതുപോലെ ചെറുതായി മുറിച്ചാൽ പെട്ടെന്ന് അരയ്ക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ബീട്രൂട്ട് ചീവി എടുത്ത് അരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബീട്രൂട്ട് അരച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം വേണം ബീട്രൂട്ട് ജ്യൂസിന്. ഇനി ഇത് അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം ബാക്കി വന്ന ചണ്ടി കളയേണ്ട. ഇത് നല്ലൊരു ഫേസ് മാസ്കായി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹൽവയിൽ ഒട്ടും തന്നെ ബീട്രൂട്ടിൻ്റെ ചണ്ടി പാടില്ല. അതുകൊണ്ട് ചായ അരിക്കുന്ന നൈസ് അരിപ്പയിലൂടെ വീണ്ടും അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ മാവ്, അതായത് ചോളമാവ് കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് കപ്പിലാണോ ബീട്രൂട്ട് എടുത്തത് അതേ കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കണം. 2 കപ്പ് ബീട്രൂട്ട്, അതായത് 1/4 കിലോ ആണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഒരേ കപ്പിൽ അളന്നെടുക്കുക. ഗ്ലാസ്സിലോ ചെറിയ ബൗളിലോ ഏതിലാണോ അളവെടുക്കാൻ നിങ്ങൾക്ക് സൗകര്യം അതിൽ എല്ലാ അളവുകളും എടുക്കാം. അതുപോലെ ബീട്രൂട്ട് അരയ്ക്കാൻ മൊത്തം നമ്മൾ 2 കപ്പ് വെള്ളമാണ് എടുത്തത്. നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഗ്യാസ് കത്തിച്ച് പാൻ വയ്ക്കുക. ഇനി ഇളക്കി കുറുക്കിയെടുക്കണം. അലുവ ഉണ്ടാക്കുന്നതിലെ ശ്രമകരമായ ജോലി ഈ കുറുക്കലാണ്. എന്നാലും നല്ല സ്വാദോടുകൂടി നമ്മൾ ഉണ്ടാക്കിയ അലുവ മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഈ കഷ്ടപ്പാടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുകയേയില്ല. അലുവയ്ക്ക് സ്വാദേറുന്നത് അതിൽ ചേർക്കുന്ന നെയ്യിനനുസരിച്ചാണ്. കൂടുതൽ നെയ്യൊന്നും നമ്മൾ ചേർക്കുന്നില്ല. 3 സ്പൂൺ നെയ്യ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് 3 പ്രാവശ്യമായി ചേർത്ത് കൊടുക്കുക. നെയ്യിന് പകരം നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും നെയ്യ് വേണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അലുവ ഉണ്ടാക്കുന്നതിന് അടികട്ടിയുള്ള ഒരു പാത്രമോ നോൺ സ്റ്റിക്ക് കടായോ എടുത്താൽ മതി. ഇതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല. എല്ലാവർക്കും ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. അലുവ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക.
ഞാൻ ഇന്നിവിടെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പുമാണ് ചേർക്കുന്നത്. ഇതിന് പകരമായി ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർത്താലും മതി. നെയ്യിൽ വറുത്ത് വേണമെങ്കിലും ചേർക്കാം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് സോഫ്റ്റ് അലുവ ചൂടോടെ കഴിക്കാനാണ് വേണ്ടതെങ്കിൽ ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ല ചുവ്വി കട്ടിയുള്ള ബേക്കറി സ്റ്റൈൽ അലുവയാണ് വേണ്ടതെങ്കിൽ കുറച്ച് നേരം കൂടി കുറുക്കണം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. വേഗം അലുവ തയ്യാറാക്കാമെന്ന് കരുതി ഗ്യാസ് ഹൈയിൽ വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതേണ്ട. ചിലപ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. നല്ല ക്ഷമയോടെ ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും സിമ്മിൽ വെച്ച് ഇങ്ങനെ മാറി മാറി ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കട്ട കെട്ടാതെ നല്ലപോലെ യോജിപ്പിച്ച് കുറുക്കണം. കട്ട കെട്ടുന്നു എന്ന് തോന്നിയാൽ ഉടനെ ഗ്യാസ് സിമ്മിലാക്കി ഇളക്കി കൊടുത്താൽ കട്ടയെല്ലാം ഉടഞ്ഞ് ശരിയായി കിട്ടും. അതുകൊണ്ട് ബിഗിനേഴ്സിന് ധൈര്യമായി ഉണ്ടാക്കാം. അലുവ പാനിൽ നിന്നും വിട്ട് നമ്മൾ ചേർത്ത നെയ്യ് ഊസൂട്ടായി പുറത്തേക്ക് വരും. ഈ സമയം വാങ്ങി നമ്മൾ തയ്യാറാക്കിയ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തു കൊടുക്കാം. ഈ അലുവ തണുക്കാൻ വയ്ക്കാം. നല്ല പോലെ ആറിയതിനു ശേഷം ട്രേയിൽ നിന്നും ഡീമോൾഡ് ചെയ്യുക. അലുവ ട്രേയിൽ നിന്നും എടുക്കാൻ പ്രയാസമാണെങ്കിൽ കത്തി കൊണ്ട് 4 സൈഡും ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇത് നിങ്ങൾക്ക് ഈസിയായി ഡീമോൾഡ് ചെയ്യാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് സെർവ് ചെയ്യാം. കാണാനും കഴിക്കാനും ഒരുപോലെ മനോഹരമായ ഈ ഹൽവ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? പുതിയ പുതിയ നല്ല ടേസ്റ്റുള്ള വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരുപാട് പുതിയ റെസിപ്പി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 100% സക്സസ് ആയിട്ടുള്ള നല്ല സ്വാദുള്ള വിഭവങ്ങൾ മാത്രമാണ് ഞാൻ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നാലേ കറക്റ്റായി പെർഫെക്റ്റായി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ഊർജം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.